ഹായ്. അപ്പോഴേ നമ്മൾ ഇതേപോലെ പേസ്റ്റിൻ്റെ കവറുണ്ടല്ലോ, അത് നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞ് എടുക്കാം. ഇനി അതിനകത്തോട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പേസ്റ്റെല്ലാം ഇറങ്ങിക്കിട്ടും, പ്രത്യേകിച്ച് പേസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ പേസ്റ്റ് തീർന്നതിന് ശേഷം ഇതുപോലെ കവർ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പേസ്റ്റിൻ്റെ ആ ഒരു അംശമെല്ലാം അതിനകത്തോട്ട് ഇറങ്ങിക്കിട്ടും. ഇനി നമുക്കതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഒരു സ്വല്പം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് പൊടിയാണ്. അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നെ എലി വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തോട്ടേ ഇനി എലി വരില്ല. കാരണം അതിന് പേടിയാണ്. ഇത് ഉള്ളിൽ ചെല്ലുമ്പോൾ അത് പരവേശം കൊണ്ട് അത് കുടിച്ചതിന് ശേഷം ഉള്ളിൽ ചെല്ലുമ്പം നല്ല വെപ്രാളം അടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചെറിയ ചിരട്ടയിൽ വെക്കുമ്പോൾ ആ ഒരു മണം അടിച്ചിട്ട് വരും. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് ലൈസോളും കൂടെ ഒഴിച്ച് കൊടുക്കാം, കാരണം ഇതിൻ്റെ ഉള്ളിൽ പോയാൽ നല്ലൊരു പ്രവർത്തനം നടക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയോ ശർക്കരയോ അതിൻ്റെ മുകളിലൊന്ന് തൂക്കിക്കൊടുക്കുക. ഇത് ഫുള്ള് കുടിച്ചിട്ട് പോവുകയും ചെയ്യും. പിന്നെ ആ പരിസരത്തോട്ട് വരില്ല കുറേ നാളത്തേക്ക്. പിന്നെ ആ എലിശല്യം നമുക്ക് അവിടുന്ന് തന്നെ തുടച്ച് മാറ്റാം കേട്ടോ. അയൽവക്കത്ത് പോലും വരത്തില്ല, അത്ര ഒരു എഫക്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഇനി എലി വരുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക, വന്ന് കുടിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ടേ ഉണ്ടോ. നല്ല കട്ടിക്ക് തന്നെ എൻ്റെ പേസ്റ്റും എല്ലാം അതിൻ്റെ ഉള്ളിൽ പോയിക്കോളും. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഫുൾ വീഡിയോ ചാനലുണ്ടേ.